ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റ് ഇന്ന് സ്കൂളുള്ളതുകൊണ്ട് തന്നെ എണീറ്റ് നമ്മൾ നേരത്തെ ചോറൊക്കെ വെക്കും. സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. 8:50 ആകുമ്പോഴേക്കും വണ്ടി വരും. അപ്പോഴേക്കും നമ്മളെല്ലാം റെഡിയാക്കണം. അപ്പോൾ ഇന്നലത്തെ എഴുത്തും വായനയൊക്കെ കഴിഞ്ഞിട്ട് പുസ്തകമൊക്കെ അങ്ങനെ വെച്ച് പോയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. ഒരു കവറിൽ ഇട്ടിട്ട് ബാഗിൽ വെച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞേക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ വാട്ടർ ബോട്ടിൽ ലീക്കൊക്കെ ആയി കഴിഞ്ഞാൽ പുസ്തകം നനയും. ഫസ്റ്റ് പാർട്ട് തന്നെ ഇങ്ങനെ നനഞ്ഞിട്ട് പുസ്തകത്തിൻ്റെ അടി ഇങ്ങനെ ചുരുണ്ട് കയറുമല്ലോ പേജുകൾ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടായപ്പോൾ ഒരു കവറിലിട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണ്. പെൻസിലും റബ്ബറും കട്ടറും ഒക്കെ 4 വഴിക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരഞ്ഞെടുത്ത് ബാഗ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചൂരി വൃത്തിയാക്കണം. അങ്ങനെ എല്ലായിടും ഒന്നും അടിച്ചു വാരിയിടേ ചെയ്യുള്ളൂ. തുടക്കലൊക്കെ പിന്നെ അവൻ പോയിട്ടേ ചെയ്യുള്ളൂ. അവർ എണീക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കഴിയാണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കും. അവർ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ സ്കൂൾക്ക് പോകുന്നത് വരെ അവരെ പുറകെ നമ്മൾ നടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ റാക്കും വേദനയൊക്കെ ഒന്ന് തുടച്ച് ശരിയാക്കുകയും ചെയ്തു. അപ്പത്തേക്കും അവർ എണീറ്റ് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടിക്കാൻ റെഡിയായി. വേറൊരു ഡ്രസ്സ് ഇടേണ്ട സമയമൊന്നും പിന്നെ അവർക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ എനിക്ക് യൂണിഫോം തന്നെ ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അത് കഴിച്ചിട്ടിട്ട് പിന്നെ വേറൊരു ഡ്രസ്സ് മാറ്റാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. എണീക്കാൻ കുറച്ചൊക്കെ ലേറ്റായിട്ട് തന്നെയാണ് എണീക്കാറുള്ളത്. അപ്പോൾ ടി വി കണ്ടിട്ടാണ് ചായ കുടിക്കണത്. അവനക്ക് ഫുഡ് വിളമ്പി കഴിഞ്ഞാൽ കൂടെ അവൾക്കും വേണം. ഒറ്റയ്ക്ക് കഴിക്കൊന്നുമില്ല, എന്നാലും ഒരു പാത്രത്തിൽ വിളമ്പി കൊടുക്കും. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. ചോറും സ്നാക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോന്നു. പിന്നെ അവനെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ചായ കുടി കഴിഞ്ഞപ്പോൾ പിന്നെ ക്രീമും പൗഡറും സ്പ്രേനൊക്കെ അടിച്ചിട്ട് ഒന്ന് സുന്ദരനാക്കിയാണ്. സുന്ദരനാണ്, എന്നാലും ഒന്നും കൂടി സുന്ദരനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവനൊരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്പ്രേനടിച്ച് വന്നു കഴിഞ്ഞാൽ ടീച്ചർക്ക് തലവേദനിക്കുകയാണെന്ന്. അപ്പോൾ കുറച്ചടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പം ചോറ് വെന്തിട്ടുണ്ട്. ചോറും ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തേക്ക് വിളമ്പി വെക്കും. എന്നിട്ട് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ബോക്സിൽ വെച്ച് കൊടുക്കാറുള്ളത്. എന്നാൽ കഴിക്കാനും എളുപ്പമാണ്. മറ്റു തരത്തിൽ ആക്കി കൊടുത്താൽ അവനക്ക് വാരി കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉരുളകളാക്കി വെച്ച് കൊടുക്കും. അങ്ങനെ ലഞ്ചും സ്നാക്കൊക്കെ റെഡിയാക്കി ബാഗിലാക്കി വെച്ച് കൊടുത്തു. ലഞ്ചിൻ്റെ ബോക്സും ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ കവറിൽ കെട്ടി വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഇനി ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ബാഗിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ 8:30 ആയപ്പോഴേക്കും എല്ലാതും റെഡിയായി. ഇനി അത് അവൻ്റെ എല്ലാതും കഴിഞ്ഞ് സൈക്കിൾ ഓടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നേരം സൈക്കിളൊക്കെ ഓടിച്ചിട്ട് ഒക്കെയാണ് പോവുക. അങ്ങനെ രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞു. സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ കുറച്ച് സമയം കൊണ്ട് എന്തൊക്കെയോ പണിയേണ്ട ഒരു ഇതാണ് അല്ലേ രാവിലത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവൻ പോയി. ഞാൻ തുടക്കലും കഴിഞ്ഞു. പിന്നെ 2 ദിവസം ഇന്നലെ 2 ദിവസം മുന്നേ മേടിച്ച മീനാണ് കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ കറി വെച്ചു. പിന്നെ അതിൽ കുറച്ച് ബാക്കി വന്ന മീനാണ്. അപ്പോൾ ഇനി പൊരിച്ചാലൊരു രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കറി തന്നെ വെക്കുകയാണ് കേട്ടോ. കറി മീൻസ് കുറച്ച് വെള്ളത്തിൽ വറ്റിച്ചെടുക്കാൻ. അങ്ങനെ തക്കാളിയും പച്ചമുളകും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മീൻ ഓൾറെഡി വൃത്തിയാക്കിയത് കാരണം അത് ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഞാൻ. അങ്ങനെ ചെറിയ പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. മഞ്ഞൾപ്പൊടി മുളകും പൊടി അതിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ തക്കാളിയും പച്ചമുളകും വെന്ത് വരുമ്പോൾ ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചിട്ട് പുളിയും പറഞ്ഞാൽ ശരിയായി. എന്നിട്ട് നന്നായി തിളച്ച് വെന്താൽ മീനും ഇട്ടാൽ കറി റെഡിയായി. അങ്ങനെ ചോറും കറിയും റെഡിയായി. വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു. മോൾ ഉറങ്ങുകയാണ്. അവൻ പോയി കുറച്ച് നേരം മോൾ കിടന്നുറങ്ങി. അപ്പം കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കറിക്ക് മീനിട്ട് കൊടുക്കാം.
അപ്പോൾ ഞങ്ങളുടെ എല്ലാതും കഴിഞ്ഞ് കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ അത്. ഇനി അസറ് വാങ്ങിക്കൊടുക്കോളം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. അപ്പോൾ അവൾ കളിക്കുകയാണ്, ഉറങ്ങി എണീറ്റ് കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് കളിക്കുകയാണ്. അവൾക്ക് അവളുടെ കളി സാധനങ്ങളൊന്നും അല്ല കേട്ടോ, അവൾക്ക് വേണ്ടിയിട്ട് ഒരു കളി സാധനങ്ങളും ഉണ്ടാവില്ല, ഒക്കെ കാക്കൂൻ്റെയാണ്. കാരണം അതിൽ കൂടുതലും വണ്ടികളാണല്ലോ, പെൺകുട്ടികൾക്ക് വണ്ടികളോടെ ആവില്ല അത്ര താല്പര്യം തോന്നുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.